തലസ്ഥാനത്ത് തുടരുന്ന ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ വാർത്തയിലേക്കാണ്. ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ തിരുവനന്തപുരത്ത് AG's ഓഫീസിന് മുമ്പിൽ CITU ഇന്ന് ബദൽ സമരം നടത്തും. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉൾപ്പെടെ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ജനപിന്തുണ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് CITUവിൻ്റെ ബദൽ നാടകം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക ചേർന്നു. രശ്മി കാർത്തിക, ഇക്കാര്യത്തിൽ ആശാവർക്കർമാർ വലിയ സമര പോരാട്ടം തന്നെയാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തി വരുന്നത്. അവർ ചെറിയ നിലയിൽ ആരംഭിച്ച സമരം ഇപ്പോൾ വലിയ ജനശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തെ നേതാക്കൾ, BJP നേതാക്കളെല്ലാം ഇന്നലെ സമരപ്പന്തലിലെത്തിയത് നമ്മൾ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ ഒക്കെ ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നു. വലിയ പ്രതിഷേധം തന്നെ ആശാവർക്കർമാർ അവിടെ ഉയർത്തുകയാണ്. അപ്പോഴാണ് CITU ഒരു ബദൽ സമരവുമായി ഇന്ന് രംഗത്ത് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ രശ്മി കാർത്തിക. ഞാനുള്ളത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. 19ാം ദിവസത്തിലേക്ക് സമരം കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കുടിശ്ശിക ഉൾപ്പെടെ 3 മാസത്തെ നൽകി സമരം ഏതെങ്കിലും രീതിയിൽ ഈ സമരക്കാരെ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമമൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയായി ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ആശാവർക്കർമാരുടെ ആവശ്യം. ഇത്ര 18-19 ദിവസമായി ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെയിലത്തും പൊടിയും ഒക്കെ അടിച്ചാണ് ഈ സാധാരണക്കാരായ സ്ത്രീകൾ ഇവിടെ ഈ സമരം ഇരിക്കുന്നത്. അതിൽ ചർച്ചയ്ക്കോ അല്ലെങ്കിൽ യാതൊരു ഇടപെടൽ നടത്താനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. പകരം കേന്ദ്ര സർക്കാരിനെ പഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമമാണത്. എല്ലാ കാര്യത്തിലും ചെയ്തതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് മേൽ ഈ പഴി ചാരാനുള്ളൊരു ശ്രമമാണ് തുടർച്ചയായി സംസ്ഥാന സർക്കാർ നടത്തുന്നത്. ഇപ്പോൾ ഒരേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ തൊട്ടരികിൽ സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്ത് AG's ഓഫീസിന് മുന്നിൽ ബദൽ സമരം CITU നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന ആശാവർക്കർമാർക്ക് ഭീഷണിയുടെ സന്ദേശം ഉൾപ്പെടെ CITU അയച്ചിരുന്നു. തുടക്കം മുതൽ തന്നെ ഇവർക്ക് യാതൊരു തരത്തിലുള്ള പിന്തുണയൊന്നും തന്നെ നൽകിയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ബദൽ സമരവുമായി AG's ഓഫീസിന് മുന്നിൽ ബദൽ സമരം CITUവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് ആശാവർക്കർമാർ അറിയിച്ചിരിക്കുന്ന അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഉയർത്തുക തുടങ്ങിയവയാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. ഇതേ രീതിയിൽ മുന്നോട്ട് എത്ര ദിവസം വേണമെങ്കിലും ഇതേ രീതിയിൽ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കുടിശ്ശിക ഉൾപ്പെടെ തന്നു. ഈ സമരവുമായി മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും മുന്നോട്ട് പോകും. അല്ലാതെ ഞങ്ങൾ ഇതുവരെയും വിളിച്ചില്ല. 6-ാം തീയതി വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് ഇത് അനാവശ്യമെന്ന് പറഞ്ഞ് അതിൻ്റെ ശേഷം ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 3-4 ഡിമാൻഡുകളുണ്ട്. അത് പൂർത്തിയാകാതെ സമരം പിൻവലിക്കത്തില്ല. എന്താണ് നിങ്ങളുടെ ഒരു സാഹചര്യം? എന്താണ് ഒരു അവസ്ഥ? ഇത്രത്തോളം ദിവസമായില്ലേ സെക്രട്ടേറിയറ്റ്? ഞങ്ങൾക്ക് ഭയങ്കര സാഹചര്യം പ്രശ്നം തന്നെയാണ്. എന്നാൽ ആ പ്രശ്നത്തിൽ ഈ മഴയും മഞ്ഞുതായി ഇപ്പം മിക്കവർക്കും ചുമയുടെ മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവർക്കും പ്രശ്നം തന്നെയാണ്. എന്നാലും ഞങ്ങളുടെ ജീവിത പ്രശ്നമായതുകൊണ്ട് ഞങ്ങളിത് കളഞ്ഞിട്ട് പോകത്തില്ല. അതിനൊരു വിജയം കണ്ടിട്ടേ പോവുള്ളൂ. ഇവർ പറയുന്നത് ഇത്രത്തോളം ദിവസമായി ഇതിൽ കൂടുതൽ ആളുകളും പ്രായമേറിയവരൊക്കെയാണ്. അവർക്കൊക്കെ വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നിലവിൽ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. പലർക്കും ഈ പനി ഉൾപ്പെടെയുള്ള അസുഖങ്ങളും മറ്റസുഖങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരുകയാണ്. പക്ഷേ കേന്ദ്രം കൃത്യമായി തുക ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് ഇടത് നേതാക്കൾ തന്നെ പല രീതിയിലും വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. സമരം തുടരുക തന്നെയല്ല ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സാഹചര്യം? ഉറപ്പായിട്ട് സമരം തുടരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതുവരെ ഗവൺമെന്റ് നമുക്ക് അനുകൂലമായിട്ട് ഈ സമരത്തിനോട് തന്നില്ല. അപ്പോൾ ഈ സമരം നമ്മളെ അവകാശങ്ങൾ നേടിക്കൊണ്ട് തന്നെ നമ്മൾ അവസാനം വരെ പോരാടും. കഴിഞ്ഞ ദിവസം കുടിശ്ശിക മാത്രമല്ലേ തന്നത്? കുടിശ്ശിക മാത്രമാണ് തന്നത്. അത് നമ്മുടെ ജോലി ചെയ്തതിൻ്റെ അവകാശമാണ്. 17 വർഷം കൊണ്ട് നമുക്ക് 3-4 മാസം കൂടുമ്പോൾ തരുന്ന കുടിശ്ശിക 10 ദിവസം കൊണ്ട് തന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ സമരം ചെയ്ത് വാങ്ങിയത് തന്നെയാണ്. തൊട്ടടുത്ത് തന്നെ CITUവിന്റെ സമരം ഉണ്ടല്ലോ, ഈ കേന്ദ്ര സർക്കാരിനെതിരെ. പക്ഷെ കേന്ദ്ര സർക്കാർ കൃത്യമായി തുകയൊക്കെ ലഭ്യമാക്കുന്നുണ്ട്. അത് ഇടത് നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ കൊടുത്തെങ്കിലും ഇവർ സമ്മതിക്കണ്ടേ? നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ നിന്ന് MP-മാരെ തിരഞ്ഞെടുത്ത് അവിടെ അയച്ചിട്ടുള്ളത്. നമുക്ക് നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ MP-മാരാണ് നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നാലും ഇവിടെ അവരെ തരത്തില്ല. അവരുടെ ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും 10 ദിവസം കൊണ്ട് നമുക്കിതെല്ലാം തന്നു തീർത്തു. എങ്ങനെയാണ് അവർ തന്നത്? അവരുടെ പണം എവിടെ നിന്നാണ് വന്നത് ഇപ്പോൾ? അതുകൊണ്ട് നമ്മൾ ഈ സമരം അവരുടെ അവകാശങ്ങളെല്ലാം നേടിത്തരുന്നത് വരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ തുടരുന്നതാണ്.
സമരം വളരെ ശക്തമായി തന്നെ തുടരുമെന്നുള്ളതാണ് പറയുന്നത്. ആശാ വർക്കർമാർ പറയുന്ന ഒരു കാര്യം തന്നെയുണ്ട്. കാരണം അവരുടെ ആനുകൂല്യം കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാർ ലഭ്യമാക്കുന്നുണ്ട്. അത് അവർക്കും അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി അത് ലഭ്യമാക്കുന്നുണ്ടെന്ന് ഇടത് നേതാക്കൾ തന്നെ പല ഈ ചർച്ചകളിലൊക്കെ തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ എല്ലാ പദ്ധതികളുടെയും വിഹിതം കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. സമാനമായി തന്നെയാണ് ആശാ വർക്കർമാരുടെ തുകയും ലഭ്യമാക്കുന്നത്. പക്ഷേ അത് കൃത്യമായി സർക്കാർ ചിലവഴിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രതികരണം തേടി ആശാ വർക്കർ പറഞ്ഞത് ഇത്രയും ദിവസം ഇല്ലാതിരുന്ന കുടിശ്ശിക തുക ഇന്നലെ എങ്ങനെ നൽകാൻ കഴിഞ്ഞു, അത് കേന്ദ്ര സർക്കാർ കൃത്യമായി തുക അനുവദിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഈ ആശാ വർക്കർമാർ പറയുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ, കനത്ത ചൂടാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലാണ്, പൊരിവെയിലാണ്. ആ ഒരു പൊരിവെയിലത്താണ് ഇത്രത്തോളം പ്രായമായ പല സ്ത്രീകളുമുണ്ട്. അവർ കഴിഞ്ഞ തുടർച്ചയായി 18-19 ദിവസമായി ആ സമരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും ശക്തമായ ഒരു സമരം. ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്രയും ദിവസമായിട്ടും ഒരു ചർച്ച നടത്താനോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല. അത്ര കണ്ടുപോലും ഒരു ദയാ സർക്കാരിനില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം BJP അടക്കം ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവർ സമരം നടത്തുന്ന ആശമാരെ CITUവിന്റെ ആളുകൾ, പ്രതിനിധികൾ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശം ഉൾപ്പെടെ അയച്ചിരുന്നു. ഇപ്പോൾ മറ്റു പോംവഴിയില്ലാതെ ഒരു ബദൽ സമരം AGS ഓഫീസിന് മുന്നിൽ ഈ CITU ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ഈ ഒരു സമരത്തിന്റെ പൂർണ്ണ പഴി അത് കേന്ദ്ര സർക്കാരിന് മേൽ ചുമത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷേ കൃത്യമായി കേന്ദ്രം തുക അനുവദിക്കുന്നുണ്ട്. അത് വകമാറ്റി ചിലവഴിച്ചുകൊണ്ട് ഈ സാധാരണക്കാരായ സ്ത്രീകളെ ദ്രോഹിക്കുന്ന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഈ ആശാ വർക്കർമാർ തന്നെ പറയുന്ന ഒരു കാര്യം. ഏതായാലും സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പൊരിവെയിലത്ത് വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. വിനോദ്. രശ്മി കാർത്തിക, വളരെ കൃത്യമാണ്. ആശാ വർക്കർമാർക്ക് ഈ സമരത്തെ പറ്റി കൃത്യമായ ബോധ്യമുണ്ട്. ഏതെങ്കിലും ഒരു സമരത്തിൽ വെറുതെ പങ്കാളികളായി വരുന്നത് പോലെയല്ല. അവിടെ നമ്മൾ ആശാ വർക്കർമാരുടെ പ്രതികരണം എടുക്കുമ്പോൾ അവർ കൃത്യമായി പറയുന്നു, കേന്ദ്ര സർക്കാർ കൃത്യമായി ഫണ്ട് നൽകുന്നു. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇത് നൽകുന്നില്ല? 10 ദിവസം കൊണ്ട് ഇവർ സമരം നടത്തിയപ്പോൾ 10 ദിവസം കൊണ്ട് ഇവർക്ക് നൽകേണ്ട ഒരു ഗഡു കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. നമുക്ക് കുറച്ച് ആശാ വർക്കർമാരുടെ പ്രതികരണങ്ങൾ കൂടി ഒന്ന് തേടാവുന്നതാണ്. രശ്മി കാർത്തിക, അവരുടെ പ്രതികരണം നമുക്ക് വേണ്ടത്. അതായത് CITU ബദൽ സമരവുമായി ഇറങ്ങുമ്പോൾ ഈ സമരം എങ്ങനെ ജനകീയമാണ്, അല്ലെങ്കിൽ CITU നടത്തുന്ന സമരത്തിൻ്റെ പൊള്ളത്തരം അതവർ എങ്ങനെ തുറന്നു കാട്ടും, അതേപ്പറ്റി അവരുടെ പ്രതികരണങ്ങളും തേടാവുന്നതാണ്. രശ്മി കാർത്തിക. ചേച്ചി, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? തൊട്ടടുത്ത് CITU സമരം നടത്തും. ഞങ്ങളുടെ വിജയം വരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങൾ ജോലി ചെയ്ത കാശാണ് ഞങ്ങൾക്ക് തന്നത്, അവരുടെ ഔദാര്യമല്ല ഞങ്ങൾക്ക് തന്ന. വിജയം കണ്ടിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മടങ്ങി പോകുള്ളൂ. ഇന്ന് 18 ദിവസം കൊണ്ട് രാപകലില്ലാതെ കൊതുകടിയും കൊണ്ട് ഈ വെയിലിരിക്കുന്നത് ഞങ്ങൾ തോൽക്കാനല്ല, ഞങ്ങളുടെ വിജയം കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മാറത്തുള്ളൂ. തൊട്ടടുത്ത് CITUവിന്റെ സമരം നടത്തുന്നുണ്ട് AGS ഓഫീസിന് മുന്നിൽ. പക്ഷെ അവർ കേന്ദ്ര സർക്കാരിനെതിരെയാണ്. കേന്ദ്രം കൃത്യമായി തുക നൽകുന്നുണ്ട് എന്നുള്ളത് നേരത്തെ അറിയിച്ചതാണ്. അവർക്ക് ഇത്രയും ദിവസം സമരം ചെയ്യാൻ കഴിഞ്ഞില്ലല്ല. ഇപ്പൊ ഞങ്ങളുടെ സമരം വിജയിക്കുമെന്ന് കണ്ടപ്പോഴത്തേക്ക് അവരൊരു സമര പരിപാടിയായിട്ട് പ്രകസനത്തിന് അങ്ങ് മുന്നോട്ട് ഇറങ്ങിയിരിക്കുകയാണ്, അല്ലാതൊന്നുമല്ല. ഈ CITU നേരത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊരു സന്ദേശമൊക്കെ അയച്ചിരുന്നില്ലേ? അതെ, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എല്ലാ വാർഡുകളിലും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരു ഭീഷണിക്കും വഴങ്ങുന്നവരല്ല ആശാ വർക്കർമാർ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. വിനോദ, കാരണം ഇപ്പോൾ എല്ലാം പൊളിയുമെന്നായപ്പോൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ബദൽ സമരവുമായി CITU AGS ഓഫീസിന് മുന്നിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം. കാരണം ഇത്രയും ദിവസവും അവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. സമരത്തിൽ നിന്ന് പിന്മാറണം എന്നതടക്കമുള്ളൊരു ഭീഷണിയായിരുന്നു ഈ CITUവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും അവർ ഈ ഒരു മറ്റ് പോംവഴികളൊന്നും ഇല്ലാതായപ്പോൾ ഒരു ബദൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താ സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമാകുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. കാരണം ഞങ്ങൾക്കും ജീവിക്കണ്ടേ, ഞങ്ങൾക്കും ജീവിക്കണമല്ലോ. ഇപ്പോഴത്തെ ജീവിത സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്കും ജീവിക്കണം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഈ 24 മണിക്കൂറും ഉറങ്ങാൻ പോലും സമയമില്ല. ഒരു ഡയറി ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇറങ്ങി എല്ലാ കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളായിരുന്നാലും നമ്മൾ അപ്പോഴും കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കണം. മെഡിക്കൽ കോളേജിൽ നിന്നാണെങ്കിലും ഒരു രോഗി കിടക്കുകയാണ്, ആ രോഗി ഏത് വാർഡിലാണോ അത് ഒരു സ്ഥലം അവർ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറിനകത്ത് അവർ ടാർഗറ്റ് ഇടുകയാണ്. ഇത്ര സമയത്തിനകത്ത് ഞങ്ങൾ ഈ രോഗിയുടെ വിവരങ്ങളൊക്കെ കണ്ടെത്തി തരണമെന്ന്. അത് ഞങ്ങളല്ലാതെ ആരും ചെയ്യൂലല്ലോ. ഞങ്ങൾ ഇത്രയും ദിവസമായില്ലേ, 19 ദിവസമായി. എല്ലാവരും പ്രായമുള്ളവരും അസുഖമുള്ളവരും വീട്ടിലൊക്കെ പ്രായമായവരെയൊക്കെ സർക്കാർ ഇതുവരെ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തത് വളരെ ഖേദകരമാണ്. വളരെ ഖേദകരമാണ്. ഞങ്ങളെ അവർ കാണണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്.
അവരും മനുഷ്യരല്ലേ. ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് അവർ കാണുന്നില്ലേ? അവർക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും നാൾ ഞങ്ങൾ ജോലി ചെയ്തത്. അവർ പറയുന്നു നമ്മളുടെ കേന്ദ്രത്തിൽ പോകാൻ. ഇവിടെ ജോലി ചെയ്യുന്ന ഞങ്ങൾ എന്തിനാ കേന്ദ്രത്തിൽ പോകുന്നത്? കേന്ദ്രത്തിൽ ചെന്ന് വാങ്ങിച്ച് ഞങ്ങൾക്ക് തരേണ്ട ആനുകൂല്യങ്ങൾ തരേണ്ടത് ആരുടെ കടമയാണ്? അത് സംസ്ഥാന സർക്കാരിന്റെ കടമയല്ലേ. കേന്ദ്ര സർക്കാർ കൃത്യമായ തുക ലഭ്യമാക്കുന്നുണ്ട് എന്നുള്ളത് അറിയിച്ചിട്ടുള്ളതാണ്. അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നവരൊക്കെ പറഞ്ഞായിരുന്നു അവരിനി 100 കോടി രൂപ മാർച്ച് 31-നകത്ത് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി പൈസ അത്രയും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഈ ഞങ്ങളിപ്പോൾ സമരം ചെയ്തപ്പോൾ ഞങ്ങളുടെ കുടിശ്ശികയെല്ലാം ഓണറേറിയവും കുടിശ്ശികയെല്ലാം തീർത്തു തന്നു. ഇത് ഒരു 10-15 ദിവസം മുമ്പ് ഞങ്ങൾക്ക് തരാവുന്ന അവരുടെ കയ്യിലിരുന്ന പൈസയല്ലേ. പെട്ടെന്ന് കേന്ദ്രം അനുവദിച്ച പൈസ അല്ലല്ലോ, കേന്ദ്രം എന്നേ അനുവദിച്ച പൈസയാണ്. ഇത്രയും സമയം ഞങ്ങൾ ഈ വെയിലത്ത് വന്നിരുന്നു. ഈ 2 മണിയുടെ വെയിലെന്ന് പറയുമ്പോൾ നോക്കിയാണെണ്ണം കണ്ട കയ്യും കാലും ഒക്കെ പൊള്ളിയായിരിക്കുന്നത്. അപ്പോൾ അതിന് സർക്കാർ ഞങ്ങൾക്ക് കാണണം, ഞങ്ങളെ പരിഗണിക്കണം. ഈ CITU കേന്ദ്രത്തിനെതിരെ AG's ഓഫീസിന് മുന്നിൽ ഇപ്പോൾ സമരം നടത്തുന്നുണ്ട്. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയൊക്കെ നേരത്തെ സന്ദേശം അയച്ചവരാണ് ഇപ്പോൾ മറ്റു വഴിയില്ലാതായപ്പോൾ ഈ സമരം നടത്തുന്നത്. അപ്പോൾ അവരെങ്കിലും പുറത്തിറക്കി പിന്നെ അവരാണിപ്പോൾ സമരം ചെയ്ത് ജയിപ്പിച്ചതെന്ന് പറയാനുള്ള ഒരു അടവായിരിക്കാം. കാരണം ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ മുമ്പിൽ തോക്കില്ലേ? അതെ, കൃത്യമാണ്. തോക്കില്ലേ അവര്? അപ്പൊ ഞങ്ങൾ പോയാണ് കൊണ്ടുവന്നതെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിപ്പം ബദൽ സംവിധാനം എടുത്തിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് വിനോദ് അവരെ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം മറ്റൊരു പോംവഴി ഇല്ലാതായപ്പോഴാണ് AG's ഓഫീസിന് മുന്നിൽ ഈ CITU സമരവുമായി വരുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഈ ആശാ വർക്കർമാർ തന്നെ കൃത്യമായി എന്താണ് കാര്യം എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഇത്രത്തോളം ദിവസം സമരം ചെയ്തിട്ടും ഈ കുടിശ്ശിക തുക നൽകാൻ കഴിയാതിരുന്ന സർക്കാർ കഴിഞ്ഞ ദിവസം ഇവർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഈ തുക നൽകാൻ കഴിഞ്ഞത്? അത് കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നത് കൊണ്ട് തന്നെ അല്ലേ എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും കൃത്യമായ സാഹചര്യം ആശാ വർക്കർമാർക്കറിയാം. സർക്കാരിനോട് പറയാനുള്ളത്, ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്, പൊരിവെയിലാണ്. ഈ വെയിലത്ത് ഈ അമ്മമാർക്ക് എത്ര ദിവസം ഇതേ രീതിയിൽ സഹിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുമെന്നുള്ള കാര്യം നമ്മൾ അവരുടെ ശാരീരിക അവസ്ഥ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം പ്രായമായവരാണ്. സാധാരണ കുറച്ച് ചെറുപ്പക്കാർക്ക് പോലും ഈ വെയിൽ സഹിക്കാൻ കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് അവർ ഈ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇത്രത്തോളം സഹിച്ചുകൊണ്ട് ഈ സാധാരണക്കാരായിട്ടുള്ള അമ്മമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടരുന്നത്. ഏതായാലും സർക്കാരിന്റെ ഒരു ഇടപെടൽ, ഒരു ചർച്ച അടിയന്തരമായി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായി ഇവർ പറയുന്നത്. വിനോദ്, തീർച്ചയായും ആശാ വർക്കർമാരുടെ സമരത്തിന് എതിരെ തിരുവനന്തപുരത്തെ AG's ഓഫീസിന് മുമ്പിൽ CITU ബദൽ സമരവുമായി ഇറങ്ങുന്നുണ്ടെങ്കിലും സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആശാ വർക്കർമാരുടെ ശക്തമായ സമരം തുടരുകയാണ്. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കടുത്ത ചൂടിനെയും അവഗണിച്ച് അവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരം തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സമരപന്തലിൽ നിന്നും രശ്മി കാർത്തിക.